കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ഡേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ പുറത്ത് പോകുന്നു, ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിലും കുറച്ച് ആൾക്കാരൊക്കെ വരും. സോ ഇതൊരു ലോങ് ഡേ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലാട്ടോ. തൃശ്ശൂർ റൗണ്ടിൽ നിൽക്കുക. ഞങ്ങൾ ഐഷുയുടെ കല്യാണത്തിന് പോവുക. ഐഷു എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ കല്യാണമാണ്. സ്ഥലം പറവൂറാ തോന്നുന്നു. അങ്ങനെ ഏതൊരു സ്ഥലത്താണ്. നമ്മൾ മാപ്പ് ഇട്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അവിടേക്ക്. 9:45 കേട്ടോ. 9:45 മുതൽ 10:30 വരെ എങ്ങാണ്ട്. ഇപ്പം തന്നെ സമയം 8:30. പക്ഷെ ഓടിച്ചെത്തുമായിരിക്കും. 1.25 മണിക്കൂർ എവിടെ നിന്ന് കാണുന്നുള്ളൂ. അപ്പം പിന്നെ ഞാൻ അവിടെ എത്തുമായിരിക്കും. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഇന്നലെ പോയി മേടിച്ചതാണ്. ഇന്നലെ ഒരു 6 മണിയായപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്നിടാൻ നല്ലൊരു ഡ്രസ്സില്ലാന്ന്. അപ്പോൾ ഇന്നലെ എന്നിട്ട് രാത്രി പോയി മേടിച്ചു. പിന്നെ എൻ്റെ ഐ മേക്കപ്പ് ഇന്ന് അടിപൊളി ഐ മേക്കപ്പാണ്. സാധാരണ ഇത്രയെങ്കിലും ഭംഗിയായിട്ട് വരാറില്ല. പക്ഷെ ഇന്നെന്തോ പെർഫെക്റ്റ് ആയിട്ട് വന്നു. ബർത്ത്ഡേക്കാരനെ കാണിച്ചിരുന്നോ? ഇത് ചേട്ടൻ ഇന്നലെ മേടിച്ച ഷർട്ടല്ല, ഒരു കുർത്ത മോഡല്. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട്. എനിക്ക് ഇങ്ങനെ കാറിലെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കറക്റ്റ് ഒരു പൊസിഷനിൽ ഫോൺ വെക്കാൻ പറ്റുന്നില്ല. ഇന്നലെ നമ്മൾ കിടന്നപ്പോൾ തന്നെ ലേറ്റായി. ഒരു 2:30 ആയിട്ടുണ്ട് കിടന്നപ്പോൾ. പക്ഷെ കിടന്നപ്പോൾ നമ്മൾ ഒരു 12:30 1 മണി പോലെ കിടന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഫോണൊക്കെ നോക്കി കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ 2:30 ആയി. 2:30 ആയിട്ട് 6 മണി 6:10 അലാറം വെച്ചത്. അലാറൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ 6:30 ആയപ്പോൾ ചേട്ടൻ എന്നെ എഴുന്നേൽപ്പിച്ചു. മോസ്റ്റ്ലി ഞാൻ ഇങ്ങനത്തെ കല്യാണത്തിനൊന്നും പോകാറില്ല. എൻ്റെ കുറേ അടുത്ത ഫ്രണ്ട്സിൻ്റെ കല്യാണം വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം ആ മരത്തിൽ നല്ല നാട്ടുമാങ്ങ, ഈ റോട്ടിലുള്ള മരത്തിലൊക്കെ നല്ല അടിപൊളി മാങ്ങകളാണ്. അത് നല്ല നാടൻ മാങ്ങകൾ. എനിക്കാണെങ്കിലുണ്ടല്ലോ, എനിക്ക് വലിയ പോത്ത മാങ്ങകളില്ലേ, എന്നുവെച്ചാൽ അതിനേക്കാൾ എനിക്കിഷ്ടം കുഞ്ഞ് ചാറുടിയ മാങ്ങകളാണ്. അപ്പം അങ്ങനത്തെ മാങ്ങകൾ ഇങ്ങനത്തെ റോഡ് സൈഡിലൊക്കെ തോനെയുണ്ട്. ഇങ്ങനത്തെ മാങ്ങകൾ അത് നല്ല വണ്ണവും നിറയെ കായൊക്കെ ആയിട്ടുള്ള മാങ്ങകൾ. ഓക്കെ, ഞാൻ പറഞ്ഞത് ആക്ച്വലി ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം. എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മോർണിംഗ് എഴുന്നേൽക്കണമെന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മിനിമം ഒരു 9, 8, 10 മണിക്കൂർ കിടന്നുറങ്ങണം. ഇത്ര ഉറക്കം കിട്ടിയാലാണ് എൻ്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവുള്ളൂ, തലമണ്ടൊന്ന് ക്ലിയർ ആവുള്ളൂ. ഇതിനകത്തുനിന്ന് ഉറക്കത്തുനിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക, തലയ്ക്കകത്ത് ഒരുമാതിരി എന്തോ അടങ്ങിയിരിക്കണ പോലെ തോന്നും. അങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മളൊരു 12 മണിക്ക് കിടന്നു എന്ന് വിചാരിക്കാം. 12 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി. ഓക്കെ, 10 മണി 12 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ 10 മണി വരെ എനിക്ക് കിടന്നുറങ്ങണം. 1 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ 11 മണി വരെ കിടന്നുറങ്ങണം. 2 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ 12 മണി വരെ കിടന്നുറങ്ങണം. അങ്ങനെ എനിക്കൊരു 10 മണിക്കൂർ കിടന്നുറങ്ങിയാലാണ് എനിക്ക് എൻ്റെ തല ഒരു സ്റ്റേബിൾ പൊസിഷനിൽ വരും. അല്ലെങ്കിൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്ക് ആകെ ഒരു കൊതികുത്തലും എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളാണ്. എനിക്കൊരു കോള് വന്നു. അപ്പം ഞാൻ എവിടെയാണ് പറഞ്ഞതെന്ന് ഞാൻ വിട്ടുപോയി. ആ കോളിൽ എന്നെ മീനും ഐഷും വിളിച്ചിട്ട്, മീനും ആരതിയും വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആരതീനെ അവർ പിക്ക് ചെയ്തു. ആരതി എവിടെയോ വന്നിട്ട്. അപ്പോൾ അവരവിടെ എത്താറായി. ഞാൻ ആസ് യൂഷ്വൽ വൈകി. ഞാനൊരു മറ്റേ ലേറ്റ് കമറാണേ. എപ്പോഴും ഞാൻ ലേറ്റ് ആയിരുന്നു. എല്ലാ കാലത്തും ഞാൻ ലേറ്റ് ആയിരുന്നു. ഇതെൻ്റെ ഒരു ക്യാരക്ടർ ട്രെയ്റ്റ് ആയിട്ട് മാറി അവസാനം. ഇതൊക്കെ എങ്ങനെയാ മാറ്റുക അല്ലേ? ഞാൻ എവിടേക്കെങ്കിലും പോകണമെങ്കിലുണ്ടല്ലോ, എങ്ങനെ പോലും ഒരു 1/2-3 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഇറങ്ങുള്ളൂ. അതുവരെ എനിക്ക് യാതൊരു ചൂടും ഉണ്ടാവില്ല എവിടേക്കെങ്കിലും പോകണമെങ്കിലും. പക്ഷെ ബാക്കിയുള്ളവരങ്ങനെയല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ മീനു, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ
അവൾക്ക് 8:30 പോയാൽ മതി. ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു 8 മണിയാകുമ്പോഴത്തേനും അവളുടെ എല്ലാ പരിപാടിയും തീരും. ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് പിന്നെ 8 മണിയാകുമ്പോൾ അവൾ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ കയറിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ സമയം നോക്കി 8:30 ഇറങ്ങണം അങ്ങനെ നോക്കിയിരുന്ന് നമ്മൾ പോകുന്നു. എന്നുവെച്ചാൽ അത്രയായിട്ട് പ്രീ പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇവൻ ആരതി ആണെങ്കിലും ഞാനും ആരതിയും സെയിം ഓഫീസിലായിരുന്നു വർക്ക് ചെയ്യേണ്ടായിരുന്നത് ആ സമയത്തെ. പക്ഷേ ആ ഓഫീസാണെങ്കിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 2 മിനിറ്റ് വാക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരതി ഒരു 9:30 ആകുമ്പോഴാണ് തോന്നുന്നു, 9:30 10 മണിയോ അങ്ങോട്ടാകുമ്പോഴത്തേനും അവള് പോണേക്കാളും മുമ്പ് എന്നെ വിളിച്ചേനെ. ഞാനന്നും ഉറക്കത്തിൻ്റെ അതാണല്ലോ. അപ്പം എന്നൊരു 9:15 വിളിച്ച് എഴുന്നേപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുളിക്കൊന്നുമില്ല. ഞാൻ അതുപോലെ ഞാൻ ഓഫീസിലാണെങ്കിൽ ആൾക്കാരുണ്ടായിരുന്നില്ല. ഞാനും അവളും പിന്നെ 2-3 പേരും ഉണ്ടായിരുന്നുള്ളൂ. ഐഷ ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ അവളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുളിക്കൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സും ഒരു പാൻറ്റും വലിച്ചേറ്റിട്ട് നേരെ പോകും. എന്നിട്ട് ഞാൻ ചോറ് പോലും എടുക്കണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ചോറ് ആരതി എടുത്തുകൊണ്ട് പോകും. കാരണം ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഹോസ്റ്റലിൽ ഫുഡൊക്കെ തീർന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു മാതിരിയാണ് പണ്ട് മുതലേ. ഞാൻ ഒരുമാതിരി നല്ല ഇത് ഇങ്ങനെയാണ് എന്നുവെച്ചാൽ എനിക്കൊരു ചൂടുണ്ടാവില്ല. ഓരോരോ കാര്യങ്ങൾ വേണ്ടെങ്കിൽ വേണ്ട, കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല, പോയാൽ പോട്ടെ, കണ്ടില്ലെങ്കിൽ വേണ്ട, അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യം. ഇത് ശരിക്കും നല്ലതാണോ പൊട്ടയാണോ? എല്ലാവരും പൊട്ടയെന്നാണ് പറയാറ്. പക്ഷെ എനിക്കങ്ങനെ പൊട്ടയായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് സോ ഐ എം റിയലി എക്സൈറ്റഡ് ദാറ്റ് ഞാൻ അവിടെ നിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അവരൊക്കെ ഏകദേശം അവിടെ എത്തി. ഇപ്പോൾ തന്നെ എത്രയും 8:45. അപ്പോൾ 8:45 മീനും ആരതിയൊക്കെ അവിടെ എത്തി. കാരണം കണ്ട് 9:15 പെണ്ണിൻ്റെ കെട്ട് തുടങ്ങില്ല. അപ്പോൾ അവർ നേരെ അമ്പലത്തിലേക്കാണ് പോണത്. ഞാൻ അമ്പലത്തിൽ പോകണില്ല, ഞാൻ ഓഡിറ്റോറിയത്തിലേക്കാണ് പോണത്. അപ്പോൾ അവരവിടെ എത്തി. ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോഴത്തേനും ഒരു 10:30-11 മണിയൊക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പം ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു ഫുഡ് കഴിക്കരുത്, ഒരുമിച്ച് കഴിക്കാമെന്ന്. 10 മണിയാവും അത്ര. അപ്പോൾ ഞാൻ 10 മണിയാവും ഫുഡ് കഴിക്കരുത്, ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട്. ഉണ്ടല്ലോ കുറേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്ത് വെക്കണ കൂട്ടത്തില്ല, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. എന്നുവെച്ചാൽ ഞാൻ ആദ്യം മുതലേ ഒരു 5-6-7 കൊല്ലം മുതലേ ഇങ്ങനെ വീഡിയോസും ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എന്ത് ഇവൻ്റെ കണ്ടാലും എടുത്ത് വയ്ക്കും. പക്ഷെ എവിടെയും പോസ്റ്റൊന്നും ചെയ്യത്തില്ല. ഈവൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോലും ഒന്നും അങ്ങനെ പോസ്റ്റ് ആക്കാറില്ല, അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പക്ഷേ ചെയ്യായിരുന്നു, അന്നൊക്കെ ചെയ്യായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെ എത്തിയേനെ. ഞാനിപ്പോൾ വല്ല ഫോർച്യൂണറോ ഒക്കെ മേടിച്ച് സ്വന്തമായിട്ട് ലാൻഡും വീടൊക്കെ ആയിട്ടിരുന്നേനെ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇനിയെങ്കിലും തുടങ്ങാം. ഏത് പക്ഷേ ഉണ്ടല്ലോ, ഇത് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്കങ്ങ് ഫോളോവേഴ്സും കയറുന്നില്ല, സബ്സ്ക്രൈബേഴ്സും കയറുന്നില്ല, ഒന്നും കയറുന്നില്ല. ഇങ്ങനെ ആയവരൊക്കെ പറയുന്നത്, അതായത് കുറച്ച് ഇൻഫ്ലുവൻസർ എന്നല്ല, കുറച്ചിങ്ങനെ കുറച്ച് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയവർ പറയണത് സ്ട്രേഞ്ചേഴ്സാണ് സൂപ്പർ, സ്ട്രേഞ്ചേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സ്ട്രേഞ്ചർ പോലും ഇല്ല, വീട്ടുകാർ പിന്നെ ഒട്ടുമില്ല. എൻ്റെ ഇതിനു മുമ്പ് ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെൻ്റെ സ്വന്തം അനിയൻ 1 മിനിറ്റ് തികച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു, ഉറക്കം വന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ വീട്ടിലുള്ളവരൊക്കെ പിന്നെ ആക്ഷേപിക്കും, അങ്ങനെ പറഞ്ഞു. പിന്നെന്താ അതിനകത്ത് പിന്നെ ഞാൻ കുറേ വട്ടം നീ ചത്തുപോയി എന്ന് അങ്ങനെ അവരെന്നെ കളിയാക്കി എന്നെ അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ഇനിയും ചെയ്യും, കാരണം എനിക്കങ്ങനെ ഡീമോട്ടിവേറ്റ് ആയിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. തനിയെ എന്തെങ്കിലുമൊക്കെ വീണ്ടും ആലോചിച്ചുകൂട്ടി വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇത് ചെയ്തിട്ടും എനിക്ക് ഒരു റീച്ചൊന്നുമില്ല, എൻ്റെ ആരും കാണുന്നില്ല. കാരണം കഴിവില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കത് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. എനിക്കുണ്ടല്ലോ, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു 50K ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ അനിയൻ എനിക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ എല്ലാവർക്കും, അതായത് എനിക്കും ചേട്ടയ്ക്കും കൂടിയിട്ട് അവനെടുത്ത് തരും. ബെറ്റാണേ ബെറ്റ്. പിന്നെ എനിക്ക് യൂട്യൂബിൽ ഒരു 25K സബ്സ്ക്രൈബേഴ്സ് വരികയാണെന്ന് വെച്ചാൽ എനിക്ക് പോളും അവൻ്റെ ഡാഡിയുടെ കൈയും കാലും പിടിച്ച് എന്നെ തായ്ലൻഡിലേക്ക് ട്രിപ്പ് അയക്കാമെന്നാണ് പറഞ്ഞേക്കളെ. അവർ 2 ഓഫേഴ്സാണ് കയ്യിലുള്ളത്. പിന്നെയും ബാക്കി വേറെ കുഞ്ഞു ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും
അവരെന്തൊരു ധൈര്യത്തിലാന്നറിയോ തെറ്റാണ്. കാരണം അവർക്കറിയാം, അവരുടെ വിശ്വാസം തന്നെ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നാണ്. അതുകൊണ്ടാണ് അവരിത്ര വലിയ വലിയ ഓഫേഴ്സ് പറയുന്നത്. ഹായ്, ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. ഇപ്പം എൻ്റെ മുടി കുറച്ചൊക്കെ സെറ്റായ കൂട്ടമുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. കുറച്ചുകൂടെ ഉണങ്ങി കഴിയുമ്പോഴാണ് നല്ലൊരു ബുമ്മായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങി. കാരണം തലയ്ക്ക് ഭയങ്കര ഒരു ഭാരമായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ടേ മൈ ഐസ്. അപ്പം അതുകൊണ്ട് അപ്പം ചേട്ടയ്ക്ക് ഒരുമാതിരി തലയ്ക്ക് എന്തോ പോലെ എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ചായ കുടിച്ചു. സാധാരണ ചായയൊക്കെ ഞങ്ങൾ തലവഴി ഒഴിച്ചാലും ഒരു കവിള് പോലും ഒന്ന് തൊട്ടുകൂടി നോക്കാത്ത ആൾക്കാരാ. പക്ഷെ ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ എന്താണെന്ന് അറിയില്ല. ഒരു ചായ കുടിച്ചു. ആക്ച്വലി ഞാൻ ഇതിന് മുമ്പ് യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിരുന്നു. ഞാൻ ഇതിന് മുമ്പ് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട്. പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് നീന്താൻ അറിയില്ല. വെള്ളം കാണുമ്പോൾ മുഴുവൻ എനിക്കത് ഓർമ്മ വരും. നീന്തൽ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ എന്നെ നാട്ടുകാർ മുഴുവൻ പഠിപ്പിക്കാം. നാട്ടുകാരല്ല, വീട്ടുകാർ മുഴുവൻ പഠിപ്പിക്കാൻ നോക്കണതാ. എല്ലാവരും കയ്യിലിട്ടും പുറത്തിട്ടും ഒക്കെ പഠിപ്പിക്കാൻ നോക്കി. പോരാത്തന്നെ ഞാൻ മറ്റേ അക്വാടെക്സിൽ പോയിട്ട് 1 മാസം പഠിക്കാൻ നോക്കി. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, അത് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനങ്ങ് മുങ്ങിപ്പോവുക. ഞാൻ ആ ഒരു ഡൈവ് ചെയ്തിട്ട് ഞാനിങ്ങനെ കുറച്ചൊന്ന് നീന്തും. ഒരു 10 മീറ്റർ ആകുന്നു. ഒരു 10 മീറ്റർ നീന്തി, അതായത് എന്തോരം നേരം ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അതും അത്രയും സമയം നമ്മൾ വെള്ളത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് എനിക്ക് തല പൊക്കിയിട്ട് ബ്രീത്ത് ചെയ്യാൻ അറിയത്തില്ല. ആ ബ്രീത്ത് ചെയ്യുമ്പോൾ ഞാൻ മുങ്ങിപ്പോവും. അപ്പൊ പിന്നെ ഞാൻ മുങ്ങി കിടന്ന് അങ്ങനെ എനിക്ക് ഇതുവരെ നീന്തൽ പഠിച്ചില്ല. പക്ഷെ എനിക്ക് നീന്തൽ പഠിക്കുന്നത് വലിയ ആഗ്രഹം. പക്ഷെ വെള്ളത്തിൽ കളിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാനൊന്നും വലിയ പേടിയൊന്നുമില്ല. പക്ഷെ നീന്തൽ അറിയത്തില്ല. അത് പഠിക്കണം. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ. അല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ എനിക്ക് പഠിക്കാൻ പറ്റായികയല്ല. എനിക്ക് എന്താണെന്നറിയാം, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. പക്ഷെ എനിക്ക് ടെസ്റ്റ് പാസ്സാവാൻ പറ്റുന്നില്ല. ഞാൻ 2 വട്ടം ടെസ്റ്റ് ചെയ്തിട്ട് 2 വട്ടം പൊട്ടി. പിന്നെ 3ാമത്തെ അപ്പത്തിന് എന്നെ എല്ലാവരും കൂടി ഒന്ന് കളിയാക്കി. ആദ്യത്തെ വട്ടം ഞാനൊരു കമ്പി മറച്ചിട്ടു എച്ചെടുത്തപ്പോൾ. പിന്നെ സ്കൂട്ടർ ഞാൻ പിന്നെ പോയില്ല. ഞാൻ ഒരു ദിവസം സ്കൂട്ടർ അവിടെ പോയിട്ട് എനിക്ക് ഗിയറുള്ള സ്കൂട്ടർ തന്നെ എടുക്കുള്ളൂ എന്ന് എനിക്ക് വാശിയായിരുന്നു. പക്ഷെ ഗിയറുള്ള സ്കൂട്ടർ എടുക്കണമെങ്കിൽ ബൈക്കിൽ പഠിക്കണമെന്ന് എനിക്ക് അവിടെ അപ്പൊ എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞു, നീ ആദ്യം ഗിയർ ഇല്ലാത്തത് പഠിക്കുക, എന്നിട്ട് നീ ഗിയർ ഉള്ളതിലേക്ക് കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് ഗിയർ ഇല്ലാത്ത വണ്ടി എടുത്ത് 2-3 വട്ടം മറ്റൊരു എന്താ TVS അങ്ങനത്തെ എന്തൊരു പോലത്തെ വണ്ടിയാ അതെടുത്തിട്ട് 8 എടുക്കാൻ പഠിച്ചു. 8 എടുക്കാൻ അല്ല പഠിച്ചു. അന്ന് ഞാന് അന്ന് വെച്ചാ ഞാന് 8 എടുത്ത് ഞാൻ അവിടെ ഒരു 2-3 വട്ടം ഇങ്ങനെ റൗണ്ട് ചെയ്തു. ഗ്രൗണ്ട് മൊത്തം വണ്ടി എടുത്ത് റൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറ്റിയിൽ തൊടാതെ 8 എടുക്കണം. അപ്പൊ 2-3 വട്ടമൊക്കെ തൊട്ടു. പിന്നെ എനിക്കൊരു വട്ടം ഇത് തൊട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാന് കാലൊന്നും ചവിട്ടാതെ കുറ്റിയൊന്നും തട്ടാതെ 8 എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എടുത്തു. അപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. അപ്പൊ ഞാൻ 1 വട്ടോടെ ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോ വണ്ടി അങ്ങ് മറിഞ്ഞു. ഞാൻ വീണു നിലത്ത്. അപ്പൊ എന്റെ കാലിന്റെ എവിടെയെങ്ങാണ്ട കുറച്ച് തൊലി പോയി. അപ്പൊ എനിക്ക് വേദന വന്നു. പിന്നെ ഞാൻ അതിനകത്തേക്ക് പിന്നെ അങ്ങനെ പോയിട്ടില്ല. എനിക്കിങ്ങനെ വേദന വരുന്ന സാധനങ്ങളൊന്നും ചെയ്യാൻ വലിയ താല്പര്യമില്ല. പിന്നെ അവിടുത്തെ സ്കൂട്ടർ എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് കൈയിന്റെ ഇവിടെയൊക്കെ തന്നെ എടുക്കും. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുപോലെ തന്നെ കാർ ഓടിക്കുമ്പോൾ എനിക്ക് ഈ ബ്രേക്കിലൊക്കെ ചവിട്ടുമ്പോൾ കാല് വേദന എടുക്കുക. ഓരോരോ പ്രശ്നങ്ങളാണ്. അങ്ങനെ. പക്ഷെ എനിക്ക് കാറ് ഞാൻ അവിടെ നിന്നപ്പോൾ നന്നായി ഓടിക്കുന്നു. ആ ഡ്രൈവറെ പഠിപ്പിക്കുന്ന ആളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നന്നായി ഓടിക്കുന്നു. പക്ഷെ എനിക്ക് ടെസ്റ്റിന്റെ സമയത്ത് എനിക്ക് H കിട്ടിയില്ല. H കിട്ടാത്തത് കൊണ്ട് റോഡ് ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് 2ാമത്തെ ടെസ്റ്റിന് അങ്ങനെ പിന്നെ 2ാമത് നമ്മൾ ടെസ്റ്റിന് പോയി. ആദ്യത്തെ ടെസ്റ്റ് ഞാനൊരു 10-15 ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ടെസ്റ്റിന് പോയത്. എന്നൊന്നും പോകുന്നില്ല, എൻ്റെ സൗകര്യത്തിനെ ഞാൻ പോവുള്ളൂ. ഡെയിലി ഒന്നും ഒരു കാര്യം ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സൗകര്യത്തിന് പോയിട്ട് പഠിച്ചിട്ടാണ് പോയത്. എന്നിട്ട് പക്ഷെ അത് തോറ്റുപോയി. എന്നിട്ട് 2ാമത്തെ വട്ടം പോയപ്പോൾ എന്തുണ്ടായി,
അന്ന് ഇതുമെണ്ണം എച്ചെടുക്കാനായിട്ട് ഞാൻ ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ കാർ ഓഫായി പോയി. അപ്പൊ ആ പോലീസുകാർ എൻ്റെ അടുത്ത് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല കുറ്റി ഇടിച്ചില്ല. കാരണം വണ്ടി നീങ്ങിയല്ലേ കുറ്റി ഇടിക്കുള്ളൂ. കയറി ഇരുന്നപ്പോ തന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ ഇറങ്ങി പോന്നപ്പോ അങ്ങനെ 2 വട്ടം എനിക്ക് അത് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞാന് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ചെയ്യണം. എന്തായാലും കാർ ഓടിക്കാൻ പഠിക്കും. ഇങ്ങനെയുള്ള ലൈഫ് സ്കിൽസ് കുറെ എനിക്ക് കുറവാണ്. വേറെ ഏതാ? പിന്നെ കുക്കിംഗ് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം എനിക്ക് ചെയ്യേണ്ട ഒരു അവസരങ്ങൾ ഇങ്ങനെ ദൈവം സഹായിച്ച് അധികം വന്നിട്ടില്ല. കാരണം ഞാൻ വീട്ടിലായിരുന്നു, പിന്നെ ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ പൂനെ പോയപ്പോഴാണ് കുക്ക് ചെയ്യേണ്ട ഒരു അവസരം വന്നത്. അപ്പൊ സ്വാതി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ കട്ട് ചെയ്യും, ക്ലീൻ ചെയ്യും, കുക്കിംഗ് അവളായിരിക്കും ചെയ്യണ്ടാവുക. പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടി കുറച്ച് തവണയൊക്കെ കുക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചേട്ടയാണെങ്കിൽ ഞാനും ചേട്ടയും മാത്രമാണെങ്കിൽ ചേട്ട കുക്ക് ചെയ്യും. കാരണം ചേട്ടയ്ക്ക് ചേട്ടയുടെ ടേസ്റ്റ് തന്നെ വേണം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ആരുടെ ടേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഫുഡ് ഞാൻ അങ്ങനെ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം. പിന്നെ ഇവിടെ ആണെങ്കിൽ ചേട്ടയുടെ വീട്ടിലാണെങ്കിൽ മമ്മിയുണ്ട്. മമ്മി എപ്പോഴും ഉണ്ടാക്കി തരും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ കുക്കിങ്ങിൽ അങ്ങനെ അത്ര സ്കില്ലെന്ന് പറയാനില്ല. പിന്നെ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല ഇതിന് സ്കില്ലുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ 2-3 ഡിഷൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. മൊത്തത്തിൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല. ചിലപ്പോ കുറച്ച് കഴിയുമ്പോ ശരിയാവായിരിക്കും. അല്ല ചേട്ടാ, അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുക്കിംഗ് എനിക്ക് അറിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുക്കിംഗ് പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ദിവസം ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കുക്കിംഗ് അറിയില്ലാത്തത് ഒരു മോശമാണോ? എനിക്ക് എപ്പോഴും അമ്മമാരല്ലേ ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ഇതൊരു പൊട്ട സ്വഭാവമാണോ? അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ചേട്ടൻ ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചേട്ടൻ എന്നാ പറഞ്ഞറിയോ? ചേട്ടൻ പറഞ്ഞു, നിനക്ക് എന്താ മമ്മിമാര് ഫുഡ് ഉണ്ടാക്കി തരണേ? കാരണം നീ അവരുടെ മോളായതുകൊണ്ട് അപ്പൊ മക്കൾക്ക് അമ്മമാരുണ്ടാക്കി തരും. അപ്പൊ ഞാനിനി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്റെ കൊച്ചിന് മാത്രമായിരിക്കും. എനിക്ക് ആ കോൺസെപ്റ്റ് ആ സമയത്ത് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം എനിക്ക് അന്ന് കൊച്ചുകൊണ്ട് വിചാരിച്ചു, വാവ് സൂപ്പർ, ഇത് നല്ലൊരു ആശയാണല്ലോ. കൊച്ചുങ്ങൾക്ക് അമ്മമാര് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് കൊച്ചില്ലാത്തോണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട, നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിചാരിച്ചു. ഇനിയിപ്പോ മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങണം. ഫസ്റ്റ് വീഡിയോ ആരൊക്കെ കണ്ടിട്ടുണ്ട്? കാരണം എനിക്ക് 162 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇട്ട ഒരു വീഡിയോ, ഞാൻ എന്താ തൃശ്ശൂർ എക്സിബിഷന് പോയത്, അതും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ ഷോർട്സ് ഇടാൻ പോയി. അപ്പണ്ട് അത് കുറേ നീളം വന്നു. അപ്പൊ പിന്നെ ഞാനത് വിചാരിച്ചു എന്നുവെച്ചാൽ പിന്നെ അതൊരു വീഡിയോ ആക്കി ഇടാം. ഫസ്റ്റ് വീഡിയോക്ക് ഞാനൊരു ഇൻട്രോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 1 കൊല്ലം മുമ്പ് ഒരു ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ഇട്ടിട്ടില്ല. എന്താന്നറിയത്തില്ല, ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇനി എല്ലാം ഇട്ട് വെക്കണം. കാരണം ഗൂഗിളിൽ സ്ഥലമില്ല, എന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഒട്ട സ്ഥലമില്ല. അപ്പൊ ഇനി എല്ലാതും ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നോളൂല്ലോ. ആ വീഡിയോസിലോ ഞാനിപ്പോ മുന്നേ ഇട്ടേക്കണ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന് 122 വ്യൂസാ വന്നേക്കണം. പക്ഷെ എനിക്ക് 162 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് എന്റെ സബ്സ്ക്രൈബേഴ്സ് പോലും എന്റെ വീഡിയോ കണ്ടിട്ടില്ല. ആ കണ്ടതിൽ 5 പേര് ആരാന്ന് എനിക്കറിയാം. ഒന്ന് ഞാൻ, ഒന്ന് ചേട്ടാ, ഒന്ന് എൻ്റെ അനിയൻ, പിന്നെ എൻ്റെ 2 മമ്മിമാര്, പിന്നെ എൻ്റെ സിസ്റ്റേഴ്സും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു 5-6 പേര്, മൊത്തത്തിൽ ഒരു 10 പേരുടെ കണക്ക് എനിക്കറിയാം. ബാക്കി ആരാ കണ്ടേന്ന് പോയി അറിയത്തില്ല. പക്ഷെ ഇനി എൻ്റെ ഈ വീഡിയോ കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചുമ്മാ ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യൂ. ഈ ലവും അതും ഇതും തംസപ്പും അതൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു അക്ഷരം എഴുതി വെച്ച് കമന്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ബെറ്റർ എൻഗേജ്മെന്റ്, ബെറ്റർ റീച്ച് അതൊക്കെ കിട്ടുള്ളൂ. സോ നിങ്ങള് ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് കമന്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരായിട്ടോ രാവിലെ തന്നെ ഈ കേളി ചെയ്തത്. അങ്ങ് സ്ട്രൈറ്റ് ചെയ്തിട്ട് വരുന്നെങ്കിൽ ഇപ്പൊ നല്ല വൃത്തിയിൽ കിടന്നേനെ.
രാവിലെ തന്നെ സമയമില്ലാത്ത സമയത്ത് ഒരു ഐഡിയകൾ തോന്നി. മീറ്റിംഗ് ആഫ്റ്റർ 2 years. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. മൈ അണ്ണൻ ഒഴിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയാ. ഇങ്ങനെ എടുക്കാം. ദിസ് വെള്ളക്കറി ഈസ് മൈ ഫേവറേറ്റ്. അത് എന്താ സാധനം അറിയില്ല. സദ്യ മുഴുവൻ വന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇത്ര ഐറ്റംസ് ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് പരിപ്പും നെയ്യും. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കറി. ഇത് എന്ത് കറിയെന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ട് എഴുന്നേറ്റു. അടുത്തത് 2ാം ട്രിപ്പിന് ഇരുന്നു. എന്നിട്ട് 6 ഊണ് കഴിഞ്ഞിട്ടുള്ള. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നോണ്ടിരിക്കും കേട്ടോ. കല്യാണം അടിപൊളിയായിരുന്നു. ഫുഡ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സദ്യയായിരുന്നു. ഞാൻ 2 വട്ടം കഴിച്ചു. കാരണം സദ്യ അങ്ങനെ കഴിക്കാൻ കിട്ടാറില്ല നമ്മൾക്ക്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് സദ്യ കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കുറേ കഴിച്ചു ഫുഡ്. നല്ല രസമുണ്ടായിരുന്നു. എന്താ ഐശു ഭയങ്കര സർപ്രൈസായി എന്നെ കണ്ടിട്ട്. ഞാൻ കല്യാണത്തിന് വരില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കല്യാണത്തിന് ചെന്നു. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഐശു, മിനു, ആരതി എല്ലാവരെയും കണ്ടു. ഇപ്പം എന്താ, ഇപ്പം വീട്ടിലെത്താറായി. വീട്ടിലെത്തിയിട്ട് ഇനി ഇതെന്താ, വീട്ടിലെത്തിയിട്ട് ഇനി വീട്ടിൽ കുറച്ച് പരിപാടിയുണ്ട്. വീട്ടിൽ മെമ്പർമാരൊക്കെ വരും. സോ അതിൻ്റെ ഞാൻ വരുമ്പോൾ അവരെ കാണിച്ചു തരാം. ഇതൊക്കെ വരും കേട്ടോ യൂട്യൂബില്.
പക്ഷെ ഒന്നും കാണുന്നില്ല. നമ്മുടെ ബെർലിയമ്മൻ ഒട്ടും കിട്ടുന്നില്ല.